നമസ്കാരം. പ്രേമരാജൻ പിന്നാട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിർത്തിയെടുത്ത് തുടങ്ങാം. ഉടായിപ്പാണ് ഇയാള്. അപ്പോൾ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെങ്കിൽ ചില കാര്യങ്ങൾ പറയാതെ പോയി കഴിഞ്ഞാൽ ഈ സമൂഹം അത് അറിയില്ല. അറിയാത്തവർക്കും അറിയില്ല, മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഈ നാടിനോട്, ഈ സമൂഹത്തോട് പറയണം എന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ നമ്മളെ നാടുകളിൽ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കുന്നതും ക്ഷേത്രങ്ങൾ ഉണ്ടാവുന്നതും അത് നാടിൻ്റെയും വീടിൻ്റെയും മനുഷ്യൻ്റെയും നന്മക്ക് വേണ്ടിയിട്ടാണ്. അത് അവരുടെ അന്നം മുട്ടിച്ചിട്ടാകാൻ പാടില്ല. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമാകണമെന്നും പുത്തൻ അമ്പലങ്ങളല്ല പണിയിടങ്ങളാകണമെന്നും കവി പാടാൻ കാരണം തന്നെ അതാണ്. ആരാധനാലയങ്ങളോട് ബഹുമാനങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്പലങ്ങളോട് അതിലേറെ. പ്രത്യേകിച്ച് മുച്ചിലോട്ടുകാവ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു വികാരമാണ്. ഞാൻ അത് മുച്ചിലോട്ടുകാവ് ഒരു പ്രത്യേക സമുദായം, വാണിയ സമുദായത്തിൽപ്പെട്ടവരാണ് അത് സംരക്ഷിക്കപ്പെടുന്നത്. അവർക്കാണ് അതിൻ്റെ അധികാരവും. ആ മുച്ചിലോട്ടമ്മ അവർക്കാണ് അതിനെല്ലാം ഇത് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട അവരാണ്. പക്ഷേ എങ്കിലും വല്ലാത്തൊരു വികാരത്തോടെ നാണിയൂർ നമ്പ്രം മുച്ചിലോട്ടുകാവിൽ തെയ്യം ആരംഭിക്കുമ്പോൾ, തിറ മഹോത്സവം തിരുമുടി നിവരുമ്പോൾ ഞാൻ പറ്റുന്ന സമയങ്ങളിൽ അവിടെ എത്താറുണ്ട്. അപ്പം അങ്ങനെ ഒരു വൈകാരിക ബന്ധം. കാരണം എൻ്റെ ബാല്യകാലം മുതലേ ഞാൻ കണ്ട് ആ മടിത്തട്ടിൽ തലയാച്ച് ഉറങ്ങി ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ, മിത്രപ്പുന്നാട് മുച്ചിലോട്ടുകാവിൽ. അതുകൊണ്ട് ആ അമ്മയെക്കുറിച്ച് നന്നായി പഠിച്ചും അറിഞ്ഞും അമ്മയെക്കുറിച്ച് മനസ്സിലാക്കിയും ജീവിക്കുന്ന ഒരാളാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ ഉടായിപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇട്ട അദ്ദേഹം അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മുച്ചിലോട്ടുകാവ് പുനരുദ്ധാരണം കുയിലൂരുണ്ട്. ഞാൻ വളരെയധികം സന്തോഷിച്ചു. കാരണം ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തും അങ്ങനെയൊരു അമ്മയുടെ സാന്നിധ്യം വരുന്നതിൽ സന്തോഷിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് പലരും, അവിടെ പല ആളുകളും എന്നെ സഹായിക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ അത് ഒരു അന്വേഷിക്കാൻ പറ്റിയ ആളുകൾ കൂടുന്നൊരു സ്ഥലമായതുകൊണ്ട് ആ മുറ്റത്തിറങ്ങി അന്വേഷിച്ച ആളുകളുണ്ട്. അവരോടൊക്കെയും ഇവർ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നുള്ള ആളുകൾ, ഈ കമൻ്റ് ഇട്ട ആളും അവരുടെ കൂട്ടാളികളും പറഞ്ഞിട്ടുണ്ട്, അവനുടായിപ്പാണ്, അവരെ സഹായിച്ചാൽ നിങ്ങൾക്ക് അത് ബാധ്യതയായി മാറും, അവർക്കങ്ങനെ സഹായമൊന്നും വേണ്ട, അവർക്ക് വലിയ വീട്, അവർ പൈസ ഇതുപോലെ വാങ്ങിയിട്ട് വീടെടുക്കുന്നു, ടൂർ പോകുന്നു, ലക്ഷറി ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും ലക്ഷറി ജീവിതത്തെക്കുറിച്ചും അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം, എനിക്ക് എന്നെ സഹായിക്കാൻ വന്ന ഒരാളെ സഹായിക്കാമെന്ന് മടങ്ങിപ്പോയ ഒരാൾ AKG നിന്ന് കണ്ടപ്പോൾ, ഒരു കുയിലൂറുള്ള ഒരാൾ അപകടം സംഭവിച്ചിട്ട്, ടൈൽസിൻ്റെ വേണ്ടുന്ന ഒരാൾ അപകടം സംഭവിച്ചിട്ട് അവിടെ തിയേറ്ററിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ആളും അവരുടെ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് റഷീക്ക പറഞ്ഞു, പ്രേമ ഇയാളാന്ന് പറഞ്ഞ്, നീ ഉടായിപ്പാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചു. വേറെ ആൾ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ഉളിക്കലുള്ള ഒരു ടീമുണ്ടായിരുന്നു. നമുക്ക് അരി, പലവ്യഞ്ജനങ്ങൾ, വസ്ത്രം, ഫണ്ട്, പൈസ എല്ലാം തന്നിട്ട് സഹായിച്ചു പോകുന്നവരുണ്ടായിരുന്നു. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്, നിങ്ങൾക്ക് എന്താ അതിൻ്റെ ആവശ്യം, അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ കുറേ കാലമായിട്ട് വരത്തില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓണത്തിന് അദ്ദേഹം കുറേ ആളുകൾക്ക് കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരു പഞ്ചായത്തിലെ കുറച്ച് ആളുകൾക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് ബന്ധപ്പെടാതെ എൻ്റെ സുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇരിക്കൂറാണോ, പ്രേമരാജൻ്റെ ചേട്ടനുണ്ടോ, അവിടെ നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ RSSകാരുണ്ടോ എന്ന് ആദ്യം ചോദിച്ചത്. അവിടെ RSSകാരുണ്ടോ, അവർ തടയും. നമ്മൾ പറഞ്ഞു, അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇവിടെയില്ല, RSSകാരങ്ങനെ തടയുന്ന ആളുകളൊന്നുമല്ല, അവർ സഹായിക്കുന്ന മനസ്ഥിതിയുള്ള ആളുകളാണ്, അവർ നിങ്ങളുടെ കൂടെ വരുന്നു. കാരണം ഈ വിളിച്ച ആൾ RSSകാരനാ, അവരോടാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ സഹായവുമായി വരുന്നത്, ഇപ്പം ഞാൻ താമസിക്കുന്ന എൻ്റെ ഈ വീട് അങ്ങാടിക്കടവ് പള്ളിക്കാർ എടുത്തു വന്ന വീടാണ്. അതിന് മുന്നേ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിന് കമ്പി, പട്ട, ആ കാര്യങ്ങൾ അടുത്ത ദിവസം പറയും. അത് അവർ നന്നായിരുന്നു. പക്ഷെ ഇങ്ങനെ പലരും സഹായവുമായിട്ട് വരുമ്പോൾ അത് പലയിടങ്ങളിൽ നിന്ന് ഇത്തരം ആളുകൾ മുടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന പ്രഭവ കേന്ദ്രമായിരുന്നു ഈ മുച്ചിലോട്ടുകാവ് എന്ന് അറിയുമ്പോൾ എനിക്കേറെ വേദനയുണ്ടായിരുന്നു. കാരണം മുച്ചിലോട്ടമ്മ എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി അവിക്തതായി ഭുവനി മാതാവാണ്.
മക്കളോട് അത്രയേറെ രാഷ്ട്രീയ ഭേദമില്ലാതെ കരുണ കാണിക്കുന്ന, മനുഷ്യൻ എന്ന രീതിയിൽ മാത്രം ആള് കരുണ കാണിക്കുന്ന ഒരു അമ്മയാണ്. അപ്പം അത്രയും ദയയും കരുണയും ഒരുപാട്, മുച്ചിലോട്ടമ്മയെ കുറിച്ച് വർണ്ണിച്ചാൽ ആ വർണ്ണനവിലൊന്നും തീരില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഒരു മനുഷ്യൻ്റെ അന്നവും സഹായവും മുടക്കുന്നുണ്ടെങ്കിൽ ആ മുടക്കിയവരോട് അമ്മ മറുപടി ചോദിക്കും, ഒരു സംശയവും വേണ്ട. എനിക്ക് നല്ല ബോധ്യമുണ്ട്, അനുഭവങ്ങളുണ്ട്. എനിക്കൊരു നല്ല വിഷമം ഒരു കാലത്ത് വന്നപ്പോൾ ഞാൻ രായരമംഗലത്ത് ബോധിപ്പിച്ചു, അറിയിച്ചു. അങ്ങനെ ഒരു ചടങ്ങുണ്ട് അതിനകത്ത്. മുച്ചിലോട്ടമ്മ തിരുവടി അഴിക്കുന്നതിന് മുന്നേ 6 മാസത്തിനുള്ളിൽ എനിക്ക് അതിന് മറുപടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേദനയും ഞാൻ അവിടെ അറിയിക്കും. നാണിയൂർ നമ്പർ മുച്ചിലോട്ട് കാവിൽ തിരുമുടി നിവരുന്ന അന്ന് ഞാൻ അവിടെ അറിയിക്കും അത് ഇങ്ങനെയൊക്കെ വിഷമങ്ങളുണ്ട് എന്നുള്ളത്. അതിനുള്ള പ്രതിഫലം അമ്മ കൊടുക്കട്ടെ. പക്ഷേ ഈ അന്നം മുടക്കുക, സഹായം മുടക്കുക, നിങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയില്ലെങ്കിലും വരുന്ന ആൾ വന്നോട്ടെ. ഞാൻ പ്രതീക്ഷിച്ചത്, എന്നെ ഡാമിൻ്റെ അടുത്ത് കച്ചവടം നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇവർ ചായയൊക്കെ കുടിച്ച് ഒക്കെയാണ് വന്നത്. അവിടെ അന്വേഷിച്ചപ്പോൾ എന്നെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഞാൻ കരുതിയത് അദ്ദേഹം നല്ല കാര്യം പറഞ്ഞു കൊടുക്കില്ല എന്നാണ്. പക്ഷെ പ്രതീക്ഷിച്ചതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഈ പുനരുദ്ധാരം നടക്കുന്നത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ RSSൻ്റെ, അങ്ങനെ തന്നെ പറയാം. അതിലിപ്പോൾ രാഷ്ട്രീയം പറയാൻ മടിയൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം എനിക്ക് ഒറ്റയടിക്ക് RSSകാരെയോ BJPക്കാരെയോ കുറ്റം പറയാൻ പറ്റില്ല. എൻ്റെ സൗഹാർദ്ദ വലയങ്ങൾ, എന്നെ സഹായിക്കുന്ന ആളുകൾ, എൻ്റെ നാട്ടിൽ ഇന്നും ഞാൻ വിളിച്ചാൽ ഓടിയെത്തുന്ന ആളുകൾ, എന്നെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചത്, പിന്നെ എന്നെ ഇന്ന് ജീവിക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ BJPക്കാരായ എൻ്റെ സുഹൃത്തുക്കളും ഇല്ലത്തമൂല ടീം എന്ന് പറയും. മീത്തലെ പുന്നാട് ഇല്ലത്തമൂല ടീം, കണ്ണൂർ ജില്ലയിലെ ആ ടീമിലുള്ള ഓരോ ചെറിയ മക്കളോടും എനിക്ക് ഇന്നും നന്ദിയുള്ളവരാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ട് അവരാണ് എന്ന് പറയാനൊന്നും കഴിയില്ല. കാരണം ഈ ഒരു കുയിലൂർ പെരുവണ്ണ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു പിന്നെ ഭയപ്പെടുത്തുന്ന പോലെയോ അല്ലെങ്കിൽ പരിഹസിക്കുന്ന പോലെയോ, ഈ ഭയപ്പാടിൽ നിന്നും ഞാൻ ഇന്നുവരെ ഭയപ്പെട്ടിട്ടില്ല. നിങ്ങൾ മിണ്ടാതെ നിന്നാലും, നിങ്ങൾ ചിരിച്ചിട്ടില്ലെങ്കിലും ഞാനിവിടെ ഈ കാലയളവിൽ ജീവിക്കുന്നുണ്ട്, ഇനിയും ജീവിക്കും. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ പോലെ ടിപ്പറോ അല്ലെങ്കിൽ അക്രമമോ എന്തൊക്കെ ഉണ്ടാകാം, അതിലൊന്നും എനിക്ക് ഭയമില്ല. കാരണം ഞാൻ ഭയപ്പെടുന്ന അവസാനം മരണം. ഇന്നലെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ പോലെ അവസാനം മരണം അത്രയല്ലേ ചെയ്യുള്ളൂ, പിന്നെ അക്രമം ഇതൊന്നും സഹിക്കുന്നതിന് ഉത്തരവിൻ്റെ. അപ്പോൾ അതുകൊണ്ട് സഹായങ്ങൾ ഇല്ലാതാക്കുകയല്ല വേണ്ടത്. മുച്ചിലോട്ട് ഭഗവതിയുടെ നടയിൽ ഒരിക്കൽ ഈ തിരുമുടി അയക്കുന്നതിന് മുന്നേ രാരമംഗലത്ത് അമ്മ കാര്യങ്ങൾ ബോധിപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഭക്ഷണം കിട്ടിയോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞു പറഞ്ഞു, എനിക്ക് അപ്പിച്ചം കിട്ടിയില്ല, എനിക്ക് പായസം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് വേദനയുണ്ടായിട്ട് വീണ്ടും 4 ദിവസത്തേക്ക് അടിയന്തരം നീട്ടണമെന്ന് പറഞ്ഞ് വീണ്ടും 4 ദിവസത്തേക്ക് അടിയന്തരം നടത്തി വന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് സംതൃപ്തിയോടെ മടക്കി അയക്കുന്ന ആ ഭുവനി മാതാവായ അന്നപൂർണേശ്വരി ആ അമ്മയുടെ നടയിൽ വെച്ചിട്ടാണ് ആ അമ്മയുടെ അത് അവിടുത്തെ മറ്റു പല പ്രശ്നങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല, അതൊക്കെ നിങ്ങളെ ആഭ്യന്തര വിഷയങ്ങളാണ്. കാരണം അവിടെ ഇപ്പം നടക്കുന്നത് ആചാര രീതിയിലല്ല. ഞാൻ അതുകൊണ്ടാണ് അവിടെ പോകാത്തത്. എനിക്ക് മുച്ചിലോട്ട് കാവ് എന്ന് പറഞ്ഞാൽ വളരെ വികാരം ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ പോകാത്തത്, അവിടെ നടത്തേണ്ട സമുദായമല്ല, അവിടുത്തെ അതിൻ്റെ ഇല്ലക്കാരല്ല, കഴകക്കാരല്ല അവിടെ ദീപം തെളിയിക്കുന്നത്. അതിന് തന്ത്രി തന്നെ എനിക്ക് സംശയത്തിലാണ്. കാരണം ഈ ഭാഗത്തെല്ലാം വിലങ്കര വട്ടേരിപ്പാടായിരുന്നു, അവിടെ ഇപ്പോൾ ശിവരാമൻ നമ്പൂരി, അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ മുച്ചിലോട്ടമ്മയുടെ തിരുനടയിൽ അമ്മയെ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യമായ നിലയിൽ കൈകാര്യം ചെയ്യാതെ രാഷ്ട്രീയത്തിൻ്റെയോ കയ്യൂക്കിൻ്റെയോ പണത്തിൻ്റെയോ ഹുങ്ക് കൊണ്ട് തെറ്റായ രീതിയിൽ അവിടെ ഇതുപോലെ ആളുകൾക്കുള്ള അന്നം മുട്ടിക്കുകയും പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും നാടിന് പ്രയാസമുണ്ടാകുന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിച്ച കുടുംബങ്ങളെ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. പുന്നാട് പ്രശസ്തമായൊരു വലിയൊരു തമ്പുരാൻ കുടുംബം ഉണ്ടായിരുന്നു. അവർ ഇന്നും തലപൊക്കാതെ കുട്ടി തലമുറകൾ പോലും നശിച്ചു പോകാൻ കാരണം അങ്ങനെ ഒരു ഹുങ്ക് കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ നല്ല നിലയിൽ മുച്ചിലോട്ട് ഭഗവതി അമ്മയെ പരിപാലിച്ച KVR ടീമിനെ പോലെ വലിയൊരു ടീം അങ്ങനെയുണ്ട്. അപ്പം നല്ല നിലയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഈ നാടിന് ഏറ്റവും അഭിവൃദ്ധി തന്നെ ഉണ്ടാവും. അല്ല ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ
ഉറപ്പാണ് അതിനോട് ചാരി നിന്ന എല്ലാവർക്കും കുടുംബത്ത് സമാധാനം ഉണ്ടാകില്ല. അവരുടെ തലമുറകൾക്ക് പോലും അതൊരു പ്രയാസമായി മാറും. അപ്പം അതുകൊണ്ട് സഹായങ്ങൾ മുടക്കാൻ നിങ്ങൾ നിന്നോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ തിരുനടയിൽ നിന്ന്, ആ ഭഗവതിയുടെ മുറ്റത്ത് നിന്ന് ചെയ്യാൻ പാടില്ല. മാത്രമല്ല, സഹായങ്ങൾ എന്തിനു മുടക്കണം? സഹായം ചെയ്യാൻ പോകുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ടിട്ട് സഹായങ്ങൾ നിരസിക്കാൻ പാടില്ല. നിങ്ങൾ ഒരാളെ സഹായിക്കാനാണ് പോകുന്നതെങ്കിൽ അവരോട് വഴി ചോദിക്കുക, അവിടെ പോവുക, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുക. ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥലത്ത് സഹായങ്ങളുമായിട്ട് പോയി. അപ്പോൾ അടുത്ത നമ്മൾ പ്രാദേശികമായ ഒരു കടയിലിരുന്ന് ചായ കുടിച്ച് അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നെഗറ്റീവായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അംസുക്ക പറഞ്ഞു, അങ്ങനെയല്ല പ്രേമരാജ്, നമുക്ക് അവിടെ പോയി അന്വേഷിക്കണമെന്ന്. നമ്മളവിടെ പോയി അന്വേഷിച്ചു. നമ്മൾ സാധാരണ പോകുമ്പോൾ 2 പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടാണ് പോവുക. കാരണം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാകുമ്പോൾ വീട്ടിൻ്റെ അടുക്കളയിൽ വരെ കയറും. നമുക്കറിയാം തിണ്ണയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അടുക്കളയിലൊക്കെ കയറി നോക്കുമ്പോൾ അവരുടെ അരിയില്ല, പല സാധനങ്ങളുമില്ല. ചായ വെക്കാൻ, കട്ടൻ ചായ വെക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അവരെക്കുറിച്ചാണ് ഒരു കടക്കാരൻ അവിടെ നിന്ന് നമ്മോട് പറഞ്ഞത്, അവരുടെ ജീവിതം വലിയ പിന്നെ സന്തോഷകരമായ ജീവിതമാണ്, അവർ വലിയ ആഡംബര ജീവിതമാണെന്ന്. അന്ന് നമ്മൾ അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച പൈസയേക്കാൾ കൂടുതൽ പൈസയും കൊടുത്തു. വൈകുന്നേരമാകുമ്പോഴേക്കും ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് അരിയും സാധനങ്ങളും എത്തിച്ചു കൊടുത്തു. ഇതായിരിക്കും പലരുടെയും വീടിൻ്റെ അവസ്ഥ. ഈ കട തിണ്ണയിലും കലുങ്ക് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണിയുമില്ലാതെ ഇങ്ങനെ ആളുകളുടെ സഹായം മുടക്കിയിട്ട് ആനന്ദം കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ വാക്കുകൾ കേട്ടിട്ടല്ല, നിങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് തന്നെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. അതൊരു അഭ്യർത്ഥനയാണ് സഹായിക്കാൻ വരുന്നവരുടേത്. പലരും പലതും പറഞ്ഞു പടക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. വീടെടുക്കുന്നത് ഞങ്ങളുടെ ലക്ഷറി ജീവിതം. അതുപോലെ തന്നെ എന്താണ് ഇവർക്ക്, ഞാനിതിൽ രാഷ്ട്രീയം കാണുന്നില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്നോടുള്ള വൈരാഗ്യം എന്താണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റെന്തായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. അതും ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് സഹായിക്കാൻ മനസ്ഥിതി കൊണ്ട് വരുന്ന ആളുകൾ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് സഹായിക്കാതിരിക്കരുത്. നിങ്ങൾ നേരിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി. കാരണം എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നുമില്ല. ഞാൻ സംസാരിക്കുന്ന ആള് എന്നോട് നല്ലതായിരിക്കാം, പക്ഷെ അത് മറ്റേ ആളോട് നല്ലതാവണം എന്നില്ല. അപ്പം അതുകൊണ്ട് ചില ആൾക്ക് ചിലർ രക്ഷപ്പെടുന്നത് കാണാൻ സഹിക്കവയ്യാതെ പാര വെക്കുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ട് നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ട് സഹായിക്കുക. അല്ലാതെ ഇതുപോലെ ആരെങ്കിലും പറയുന്നു കേട്ടിട്ട് സഹായങ്ങൾ ഇല്ലാതാക്കാൻ പാടില്ല.